ആരെയും കുടിയൊഴിപ്പിക്കാതെ തന്നെ ഇവിടെ 45 മീറ്ററിൽ പാത വികസിപ്പിക്കാം. എന്നാൽ മന്ത്രിബന്ധുക്കളുടെ ബഹുനില കെട്ടിടങ്ങൾ സംരക്ഷിക്കാനായി 58 വീടുകൾ പൊളിച്ചുമാറ്റി സമാന്തര പാത പണിയാനാണ് അലൈൻമെന്റിൽ മാറ്റം വരുത്തിയത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ വസ്തുതാന്വേഷണം നടത്തി ഹൈവേ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയത്. 2007 തയ്യാറാക്കിയ അലൈൻമെന്റ് പ്രകാരം തന്നെ പാത വികസിപ്പിക്കണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ട് പരിഗണിക്കാതെ മുന്നോട്ട് പോകാനാണ് ഹൈവേ അതോറിറ്റിയുടെ തീരുമാനം. കലക്ടർ ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും NHI അതോറിറ്റിയെ കൈമാറുകയും ചെയ്തു. കലക്ടർ കൊടുത്ത റിപ്പോർട്ട് തള്ളുകയാണ് ചെയ്തിരുന്നത്. അതിൽ ഉന്നതമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു ആരാധനാലയവും ശ്മശാനവും സംരക്ഷിക്കാനാണ് പാത വഴിതിരിച്ചു വിടുന്നത് എന്നാണ് അതോറിറ്റി നൽകുന്ന വിശദീകരണം. എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് കലക്ടർ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ആകെ 500 മീറ്റർ ദൂരം ഒഴിവാക്കാനാണ് സമാന്തരപാത പണിയുന്നത്. എന്നാൽ ഈ 500 മീറ്റർ ദൂരത്തിൽ 35 സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായി റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തിരിച്ചുപിടിച്ചാൽ തന്നെ ആരാധനാലയം ഒഴിവാക്കി റോഡ് വികസിപ്പിക്കാനാകും. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ വൻതോതിൽ കുടിയൊഴിപ്പിക്കൽ നടത്തി സമാന്തരപാത നിർമ്മാണവുമായി മുന്നോട്ട് പോകാനാണ് ഹൈവേ അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഉന്നതതല ഇടപെടൽ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. ജലീൽ പടന്ന, മീഡിയ 1, മലപ്പുറം.